ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിനെ കുറിച്ച് പാരൻസ് അറിയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ്? നമുക്കൊന്ന് നോക്കിയാലോ. ഏകദേശം 25 ലക്ഷത്തിൽ പരം കുട്ടികൾ ഓരോ വർഷവും നീറ്റ് എക്സാമിനേഷൻ എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ 12 ലക്ഷത്തിലധികം കുട്ടികൾ നീറ്റ് JEE എൻട്രൻസ് എക്സാമിനേഷനും എഴുതുന്നുണ്ട്. ഇത് നമുക്ക് നേരിട്ട് 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിന് നമ്മൾ പ്രത്യേകം ഒരു കോച്ചിങ് അല്ലെങ്കിൽ പരിശീലനം അതിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ 11ഉം 12ഉം ഈ 2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് പഠനത്തോടൊപ്പം തന്നെ നമ്മൾ കോച്ചിങ്ങും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. ഒരു രീതി എന്ന് പറയുന്നത്, ഒരു സ്കൂളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നു, വേറൊരു കോച്ചിങ് സെൻറ്ററിൽ നമ്മൾ അതിൻ്റെ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നു. രണ്ടാമത് വേറൊരു രീതി എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് ആണ്. അതായത് ബോർഡ് എക്സാമിനേഷനുള്ള പഠനത്തോടൊപ്പം തന്നെ എൻട്രൻസിന് വേണ്ടിയുള്ള പഠനവും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് എന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങും കൺവെൻഷണൽ സ്കൂളിംഗ് പ്ലസ് ട്യൂഷൻസും അല്ലെങ്കിൽ പ്ലസ് എൻട്രൻസും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങളിൽ എടുത്തു പറയാം. അതിലൊന്ന് കുട്ടികൾക്ക് കിട്ടുന്ന സമയമാണ്. ഒരു കൺവെൻഷണൽ സ്കൂളിംഗ് സിസ്റ്റം ആണെങ്കിൽ കുട്ടി രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്നു, ഏകദേശം 3 മണിയോടുകൂടെ സ്കൂൾ കഴിയുന്നു, എന്നിട്ട് ട്യൂഷൻ അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങിന് ഒരിടത്തേക്ക് പോകുന്നു. പോകാനും വരാനും തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം പഠിക്കാനും ഇതിനെല്ലാം തന്നെ കുട്ടിക്ക് വേണ്ടത്ര സമയം കിട്ടണമെന്നില്ല. മാത്രമല്ല, രണ്ടാമത് ഒരിടത്തു കൂടി പോയി തിരിച്ചു വരുമ്പോഴേക്കും കുട്ടിയെ സംബന്ധിച്ച് അയാളുടെ മെൻ്റൽ എനർജി, അയാളുടെ ഊർജം ചോർന്നു പോയിട്ടുണ്ടാകും. പിന്നീട് ഇരുന്ന് സ്കൂളിലും ട്യൂഷനിലും ഒക്കെ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് കുട്ടിയെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. 2 ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നത് പോലെയാണ്. അതായത് 2 ഷിഫ്റ്റ് വ്യത്യസ്ത ജോലികൾ ചെയ്യുന്നതിന് തുല്യമാണ് ഇത്തരത്തിലുള്ള ഒരു പഠനം. ഇതിനു പകരം ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് ആണെങ്കിലോ, അയാൾ രാവിലെ സ്കൂളിലേക്ക് വരുന്നു, ക്ലാസ്സിൽ അധ്യാപകൻ ബോർഡ് എക്സാമിനേഷനും എൻട്രൻസിനും ഒരേപോലെ ഒരേ സമയത്ത് പഠിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം, ബോർഡിനും എൻട്രൻസിനും വേറെ വേറെ സിലബസുകളല്ലേ എന്ന്. വേറെ വേറെ സിലബസുകളല്ല. ബോർഡിനും എൻട്രൻസ് എക്സാമിനേഷനും സിലബസ് ഒന്ന് തന്നെയാണ്. പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിൽ മാത്രമാണ് വ്യത്യാസം. ബോർഡ് എക്സാമിനേഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. എൻട്രൻസ് എക്സാമിനേഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സിലബസ് ഒന്ന് തന്നെയാണ്, പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിൽ മാത്രമാണ് വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിൽ അധ്യാപകന് എൻട്രൻസും അതുപോലെ ബോർഡ് എക്സാമിനേഷനും ഒരേപോലെ പഠിപ്പിക്കാൻ കഴിയും. കുട്ടിക്കത് അവിടെ തന്നെ കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. സംശയങ്ങൾ അവിടെ ചോദിക്കാനും സാധിക്കും. കൺവെൻഷണൽ സ്കൂളിങ്ങിലാണെങ്കിലോ സ്കൂളിൽ പഠിപ്പിച്ച കാര്യങ്ങൾക്കുള്ള സംശയം സ്കൂളിലെ ടീച്ചറോട് തന്നെ ചോദിക്കണം. ട്യൂഷൻ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളുടെ സംശയം ട്യൂഷൻ ടീച്ചറോട് ചോദിക്കണം. അല്ലെങ്കിൽ സ്കൂളിന് ശേഷമുള്ള എൻട്രൻസ് ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യമാണെങ്കിൽ അവിടുത്തെ എൻട്രൻസ് അധ്യാപകരോട് ചോദിക്കണം. പക്ഷേ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടും കുട്ടിക്ക് ഉണ്ടാകില്ല. മാത്രമല്ല, കുട്ടിക്ക് 2 ഇടത്തേക്ക് ഓടേണ്ടിയും വരുന്നില്ല. കുട്ടിക്ക് സ്കൂളിൽ തന്നെ എൻട്രൻസും ബോർഡ് എക്സാമിനേഷനുള്ള പഠനവും ഒരുമിച്ച് തീർക്കാം. ഇതുവഴി കുട്ടി ഏകദേശം ഒരു ദിവസം 3 മണിക്കൂർ ലാഭിക്കും. 2 വർഷം കൊണ്ട് കുട്ടിക്ക് ഏകദേശം 1500 മണിക്കൂർ ലാഭിക്കാൻ സാധിക്കും. ഈ 1500 മണിക്കൂർ നഷ്ടമാകാതെ ആ കുട്ടിക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് ആ കുട്ടിയുടെ എൻട്രൻസ് എക്സാമിനേഷൻ പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗപ്പെടുത്താം. 10ാം ക്ലാസ്സിൽ നിന്നും 11ാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 300%, അതായത് 3 മടങ്ങാണ് സിലബസിൽ ഉണ്ടാകുന്ന വർധനവ്. വളരെ ചെറിയ രീതിയിൽ വളരെ ആസ്വദിച്ച് ചിലപ്പോൾ കാണാപ്പാഠം പഠിച്ചുമൊക്കെ തന്നെ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടി 11ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇത്രയും വലിയൊരു സിലബസ് കാണുമ്പോൾ ആകെ പകച്ചു പോകും. ഇത്രയും വലിയൊരു സിലബസ് പഠിക്കുന്നതിനായിട്ട് അയാൾക്ക് ഈ കുറഞ്ഞ സമയം മതിയോ? ഒരിക്കലും പോരാ. അയാൾക്ക് വേണ്ടത്ര സമയം കിട്ടുക തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിന് പോകുന്നതല്ലേ നല്ലത്? ഇനി മറ്റൊരു കാര്യം, എൻട്രൻസ് എക്സാമിനേഷന് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അയാൾക്ക് സംശയങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അയാൾ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോഴാണ്. അപ്പോൾ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എൻട്രൻസിന് തയ്യാറാകുന്ന എല്ലാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും.
സെൽഫ് സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ സമയം വേണ്ടേ? സമയം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിന് മാത്രമേ കുട്ടി പ്രതീക്ഷിക്കുന്ന പോലെ ഒരു സമയം കിട്ടുകയുള്ളൂ. മാത്രമല്ല, കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകൻ കൂടുതൽ സമയം ഡൗട്ട് ക്ലാരിഫിക്കേഷന് അവൈലബിൾ ആകും എന്നൊരു മെച്ചം കൂടി അതിനുണ്ട്. ഒരു കൺവെൻഷണൽ സിസ്റ്റത്തിൽ സ്കൂളിൽ നിന്ന് ഓടി വരുന്ന കുട്ടി വീട്ടിലെത്തി എന്തെങ്കിലും കഴിച്ചു എന്ന് വരുത്തി തീർത്ത് ഒരു ഫോർമുല 1 റേസിന് പോകുന്നത് പോലെ സൈക്കിൾ എടുത്ത് ട്യൂഷൻ ക്ലാസ്സിലേക്ക് പായുന്ന കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. ഇതിനിടയിൽ തിരിച്ചു വന്ന് അന്ന് സ്കൂളിൽ പഠിപ്പിച്ചതും ട്യൂഷൻ ക്ലാസ്സിലും എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിലും പഠിപ്പിച്ചതും എല്ലാം പഠിച്ച് കഴിഞ്ഞു ഉറങ്ങാൻ കുട്ടിക്ക് പലപ്പോഴും സമയം കിട്ടാറില്ല. രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഉറങ്ങാനുള്ള സമയം കിട്ടുന്നില്ല എന്ന് ചുരുക്കം. ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വളരെ ആരോഗ്യപരമായ രീതിയിൽ കുട്ടിക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഓർമ്മ എന്ന് പറയുന്നത് എന്നൊന്നുണ്ടാവില്ല. പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കുന്നതിനും അല്ലെങ്കിൽ അത് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതിനും നല്ല ഉറക്കം വളരെ അത്യാവശ്യമാണ്. 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടിക്ക് പരീക്ഷാ സമയങ്ങളിൽ കൃത്യമായിട്ട് ഓർമ്മയോടുകൂടി പെർഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ. പെർഫോമൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉറക്കത്തെ കൂടെ ആശ്രയിച്ചിരിക്കുന്നു. മാനസികമായി തളർന്ന് ക്ഷീണിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരിക്കലും പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുകയില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിന് വരുന്ന കുട്ടിയെ സംബന്ധിച്ച് ഡെയിലി അയാൾക്ക് ചെറിയ തോതിലെങ്കിലും ഒരു പരീക്ഷ എഴുതേണ്ടതായിട്ട് വരുന്നു. അല്ലെങ്കിൽ പരീക്ഷ എഴുതി അയാൾ ദിവസേന പ്രാക്ടീസ് ചെയ്യുന്നു. വീക്കെൻഡ്സിൽ അവർക്ക് ക്യുമുലേറ്റീവ് ടെസ്റ്റുകൾ ഉണ്ടാവുന്നു, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവുന്നു. അപ്പോൾ പരീക്ഷ എന്താണ് ടൈം മാനേജ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കുട്ടി ഈ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിലൂടെ പഠിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇത് പരീക്ഷയെ സംബന്ധിച്ച്. ഇതിൽ രക്ഷിതാവിൻ്റെ റോൾ എന്താണ്? പല രക്ഷിതാക്കളും ചിന്തിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിൽ കുട്ടിയെ അഡ്മിറ്റ് ചെയ്താൽ പിന്നീട് നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട എന്നാണ്. അത് ഒരിക്കലും ശരിയല്ല. കാരണം ഇത് ഒരു ജോയിന്റ് വെഞ്ചറാണ്, ഇതൊരു കമ്പൈൻഡ് എഫേർട്ടാണ്. രക്ഷിതാവിന് ഇതിൽ വലിയൊരു റോൾ തന്നെയുണ്ട്. കുട്ടിയെ സംബന്ധിച്ച് കുട്ടിയുടെ മാനസികമായ ആരോഗ്യം, മെൻ്റൽ സപ്പോർട്ട് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടത് തീർച്ചയായും പാരന്റ് തന്നെയാണ്. ആൻസർ ഷീറ്റ് കിട്ടുന്ന സമയത്ത് ഇത്രയോ കിട്ടിയുള്ളോ എന്ന് ചോദിക്കുന്നതല്ല ഇവിടെ പാരന്റിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടിക്ക് തീർച്ചയായും പഠിക്കാനുള്ള ഒരു ചുറ്റുപാട് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ പാരന്റിന് വലിയൊരു പങ്ക് തന്നെയുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധത്തോടു കൂടിയാണ് ശൈലത്തിലെ അധ്യാപകർ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് കൈകാര്യം ചെയ്യുന്നത്. വളരെ പരിചയസമ്പന്നരായ അധ്യാപകരും അവർ തയ്യാറാക്കിയ വളരെ ഇഫക്റ്റീവായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും ഒട്ടും ഒരു പ്രഷറില്ലാത്ത, സമ്മർദ്ദമില്ലാത്ത ഒരു പഠന ചുറ്റുപാടും സൈലം ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇത്തരം പ്രയോജനകരമായ വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളെ കാണാം.